പ്രൗഢഗംഭീരമായ പിസിന കോൺഫറൻസിൻ്റെ പ്രഥമ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരം ഒരു ഭാഗ്യപദവിയായി കരുതി സകല മഹത്വവും പുകഴ്ചയും സ്തോത്രവും ആരാധനയും ഇന്ന് രാത്രിയിൽ അരുമനാഥന് അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാരുടെ നീണ്ട നിരകൾ, ഇതിൻ്റെ നേതൃത്വ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒറ്റവാക്കിൽ വന്ദനം ചെയ്യുന്നു. ഫിനി പാസ്റ്റ് പറഞ്ഞു നിർത്തിയുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള വലിയൊരു ടെൻഷനാണ് അവിടെ ഒഴിവാകുന്നത്. കാരണം എൻ്റെ അധ്യാപകർ, ആത്മീയ ഗുരുക്കന്മാർ ഒത്തിരി പരിചയവും സ്നേഹവും അവസരവും പ്രാർത്ഥനകളും ഒരു സഹോദരനെ പോലെ എന്നെ കരുതുകയും ഞങ്ങളെ കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനേക ദൈവദാസന്മാർ, ദൈവമക്കളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റവാക്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയും ദൈവദാസൻ അർപ്പിച്ചതുപോലെ ഇവിടെ ഉയർത്തുവാൻ കൊള്ളാകുന്ന ഏറ്റവും കരുത്തുറ്റ നാമമായ നസ്രായൻ്റെ നാമത്തെ ഇന്ന് രാത്രിയും ഞാനിവിടെ ഉയർത്തുന്നു. ലോകത്തിൽ എത്ര പ്രസംഗങ്ങൾ നടത്തിയാലും എവിടൊക്കെ പ്രസംഗിച്ചാലും ഇതുപോലെ ഉയർത്താൻ കൊള്ളാകുന്ന മറ്റൊരു നാമമില്ല, ഇതുപോലെ ഉയർത്താൻ കൊള്ളാകുന്ന മറ്റൊരു വ്യക്തിത്വമില്ല. കാലഘട്ടത്തിനകത്ത് ഉയർന്നു വന്ന ആശയ പ്രത്യാശാസ്ത്രങ്ങൾ ഇതെല്ലാം കാലഹരണപ്പെട്ടു പോയപ്പോൾ കാലത്തിനകത്ത് ഉജ്ജ്വലമായി നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് ഈ നല്ല പ്രായത്തിൽ ക്രിസ്തുവിനെ ഉയർത്താൻ അവസരം ലഭിച്ചതിന് ഇന്ന് രാത്രി ഞാൻ നന്ദി പറയുന്നു. അത് ഭാഗ്യമെന്ന് കരുതുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് രാത്രി സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീം ഈ കൺവെൻഷന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പീൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8 മുതൽ താഴേക്കുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചിന്തകൾ പുരോഗമിക്കുന്നത്. ഇന്ന് രാത്രിയും ഞാൻ അതേ വാക്യം എടുത്തുകൊണ്ട് വേഗത്തിൽ കർത്താവിൻ്റെ പക്കൽ തന്ന ഒരു ചിന്ത നിങ്ങളുമായി കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയും തുറക്കപ്പെട്ട സ്വർഗത്തിൻ കീഴിലായിരിക്കുന്ന ദൈവമക്കളെല്ലാം ആധരങ്ങൾ തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം, വചനത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനത്തിന് മുമ്പിലായിരിക്കുന്നു. ജീവിപ്പിക്കുന്ന, അത്ഭുതം ചെയ്യുന്ന, പരിവർത്തനം വരുത്തുന്ന വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയും ഇവിടെ വ്യാപരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. മാനസാന്തരം എന്ന വിഷയം ഏറ്റവും അധികം ഗൗരവമായി കാലിക പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ ബൈബിളിൻ്റെ സന്ദേശം എന്നാണ് മാനസാന്തരം. ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാനിക്കുന്ന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമാണ് മാനസാന്തരം എന്നത്. ഒന്നാമത്തെ പുസ്തകത്തിനകത്ത് ഉൽപ്പത്തിയിൽ തുടങ്ങി അവസാനത്തെ പുസ്തകം വരെ നിരന്തരമായിട്ട് ഈ സന്ദേശം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യോഹന്നാൻ പ്രസംഗിക്കുന്ന കാലഘട്ടവുമായിട്ട് നമ്മളൊന്ന് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി റോമൻ അടിമത്തത്തിൻ്റെ കാലഘട്ടങ്ങൾ, സാമൂഹികപരമായി അധാർമികതയുടെയും ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും കാലഘട്ടങ്ങൾ, മതപരമായി നോക്കിയാൽ ആത്മീകപരമായി നോക്കിയാൽ ആരാധനാലയങ്ങൾ കച്ചവടശാലകളായ കാലഘട്ടങ്ങൾ, കപടഭക്തികളുടെ തേരോട്ടങ്ങൾ, പരീശന്മാർ, ശാസ്ത്രിമാർ ഉള്ള കോക്കസുകൾ ആലയത്തെ നിയന്ത്രിക്കുന്ന കാലഘട്ടങ്ങൾ, അങ്ങനൊരു വല്ലാത്ത കാലഘട്ടത്തിനകത്ത് ദൈവവചനം ദുർലഭമായ കാലഘട്ടങ്ങൾ, ദൈവവചനത്തിൻ്റെ ഗൗരവത നഷ്ടപ്പെട്ട കാലഘട്ടങ്ങൾ. ആ കാലഘട്ടത്തിലാണ് മുഴങ്ങുന്ന ഗർജന ശബ്ദമായി യോഹന്നാൻ വിളിച്ചു പറയുന്നത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? വെറും ഒരു കരച്ചിലല്ല മാനസാന്തരം, വെറും ഒരു മതത്തിൻ്റെ ആചാരമല്ല മാനസാന്തരം, അല്ലെങ്കിൽ മതം പറയുന്നതിനകത്ത് ചലിക്കുന്നതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ഗൗരവമായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മാനസാന്തരം. പഴയ നിയമത്തിനകത്തും ഏറ്റവും ഗൗരവമായി പറയുന്നു, ആന്തരികമായി വരുന്ന, ഹൃദയത്തിനകത്ത് വരുന്ന, മനസ്സുകൾക്ക് വരുന്ന പരിവർത്തനം, അതിൻ്റെ തെളിവുകൾ പ്രവർത്തിയിലൂടെ പുറത്തു വരുന്നതാണ് ശരിക്കും മാനസാന്തരം എന്ന് പറയുന്നത്. വെറും ഒരു കരച്ചിലല്ല മാനസാന്തരം, വെറും ഒരു അനുതാപമല്ല മാനസാന്തരം. അതുകൊണ്ട്
മെറ്റാനോയി എന്ന പദമാണ് മാനസാന്തരത്തിന് ഏറ്റവും പൊതുവെ ഉപയോഗിച്ചിരിക്കുന്ന പദം. എന്നാൽ യൂദയുടെ അനുതാപത്തോടുള്ള ബന്ധത്തിൽ മെറ്റാമെലോമ എന്നൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. യൂദയ്ക്കും യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കേട്ടപ്പോൾ യൂദ അനുതപിച്ചു എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ അനുതാപം ആ പണമെടുത്ത് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് പോയി കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാ കാണുന്നത്. അനുതപിച്ചു എന്നത് സത്യമാ, കരഞ്ഞു എന്നത് സത്യമാ, പക്ഷെ അത് പ്രയോജനം വന്നില്ല എന്നതാണ് യൂദയുടെ ചരിത്രത്തിൻ്റെ അവസാനം. എന്നാൽ യഥാർത്ഥ മാനസാന്തരം ജീവിതത്തിനകത്ത് മനസ്സിന് പരിവർത്തനം വരികയും അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, തൻ്റെ അടുക്കൽ സമൂഹങ്ങൾ വന്നിട്ട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ എന്തു ചെയ്യണം? അന്നത്തെ സമൂഹത്തിൻ്റെ 3 പ്രബല സമൂഹങ്ങളാണ് യോഹന്നാൻ അടുക്കൽ വരുന്നത്. ഒന്ന് പൊതുജനം, കോമൺ പീപ്പിൾ അവിടെ വന്നിട്ട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനവനിൽ നിന്ന് പുറത്തു വരണം, അവനവനിൽ നിന്ന് പുറത്തു വരണം. നിങ്ങൾ സമൂഹത്തെ നന്നായി കണ്ടു തുടങ്ങണം, ചുറ്റുപാടുകളെ കണ്ടു തുടങ്ങണം. അവനവന് വേണ്ടി മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി പൊതുവായി ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് വരണം. അവിടെയാണ് സമൂഹത്തിനും പ്രയോജനമായി ചെയ്യുക എന്ന തലങ്ങൾ അവിടെ വരുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ അവിടുത്തെ റവന്യൂ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവർ അവിടെ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പ്രൊഫഷൻ വിടാൻ പറഞ്ഞില്ല, നിങ്ങൾ പ്രൊഫഷൻ വിടാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ അതിനകത്ത് ചൂഷണമരുത്, അതിനകത്ത് പറയുന്നതിനപ്പുറത്തേക്ക് പിരിക്കരുത്, പറയുന്നതിനപ്പുറത്തേക്ക് അടിച്ചമർത്തരുത്. ശരിക്കും മാനസാന്തരം എന്തെന്ന് സക്കായിയുടെ ഒറ്റ ചരിത്രം നോക്കിയാൽ മതി. സക്കായി മരത്തിൽ കയറിയതല്ല മാനസാന്തരം, സക്കായിയെ യേശു മരത്തിൽ നിന്ന് ഇറക്കിയതുമല്ല മാനസാന്തരം, അവൻ്റെ വീട്ടിൽ പോയതുമല്ല മാനസാന്തരം, മറിച്ച് അവൻ ചൂഷണത്തിൽ പിടിച്ചു വാങ്ങിയത് തെറ്റെന്ന് മനസ്സിലായപ്പം തിരിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായതാണ് ശരിക്കും മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം അടുത്തതായി റവന്യൂ സിസ്റ്റത്തെ, മൂന്നാമതായിട്ട് ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയുള്ള പഠനം വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും അടിച്ചമർത്തരുത്, നിങ്ങൾ ആരോടും കപടമായി പെരുമാറരുത്, നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെക്കണം. ഞാൻ പറഞ്ഞത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളെയും പിടിച്ചു നിർത്തുന്ന സന്ദേശമാണ് മാനസാന്തരത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. മാനസാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ പള്ളി ചലിപ്പിക്കുകയല്ല, മാനസാന്തരം സംഭവിച്ചാൽ ദേശം ചലിക്കും. മാനസാന്തരം സംഭവിച്ചാൽ ദേശം ചലിക്കും. ആന്തരികമായ മാനസാന്തരം വന്നു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ദേശം മുഴുവൻ ചലിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരമെങ്കിൽ. അങ്ങനൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ കോൺഫറൻസിലൂടെ ഒരു തലമുറ എഴുന്നേൽക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പക്കൽ തന്ന ഏറ്റവും ഗൗരവമായ ഒരു ചിന്തയിലേക്ക് ഇന്ന് രാത്രി ഞാൻ വരാൻ താല്പര്യപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ, ഈ മാനസാന്തരത്തിൻ്റെ ചിത്രം പുസ്തകത്തിൽ മുഴുവൻ കാണുന്നുണ്ട്. ആദ്യ പുസ്തകത്തിനകത്ത്, പ്രവാചക പുസ്തകത്തിനകത്ത്, കാവ്യ ഗ്രന്ഥങ്ങൾക്കകത്ത് ഇത് മുഴുവൻ മാനസാന്തരം കാണുന്നുണ്ട്. മുഴുവൻ മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ്. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, യഹോവയിങ്കിലേക്ക് വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിൻ്റെ നീതി തിരിച്ചറിയുക. പ്രത്യേകിച്ച് യിരെമ്യാവൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇതിൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പിന്നെ എന്തിൽ പ്രശംസിക്കണം? ദൈവം നീതിയുള്ളവനാണ്, ദൈവം ന്യായമുള്ളവനാണ്. ഇത് പറഞ്ഞ ദൈവത്തെ റിയലൈസ് ചെയ്തിട്ട് അതിനകത്ത് പ്രശംസിക്കാനിടയാകണം. എന്തിലേക്കാണ് തിരിച്ചു വിളിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ വിസ്ഫോടനത്തിലേക്കല്ല വിളിക്കുന്നത്, ധനത്തിൻ്റെ പ്രൗഢിയിലേക്കല്ല വിളിക്കുന്നത്, ബലത്തിൻ്റെ ഔന്നത്യത്തിലേക്കല്ല വിളിക്കുന്നത്. ദൈവമാരെന്ന് തിരിച്ചറിഞ്ഞ് സത്യദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ആന്തരികമായി പ്രാപിച്ചവർ അതിനകത്തേക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തിരിച്ചറിവുകൾ പ്രാപിച്ച് അതിന് തക്ക ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇന്ന് രാത്രി സ്വർഗം നമ്മെ തിരികെ വിളിക്കുമ്പോൾ എത്ര പേർക്ക് അത് തിരിച്ചറിഞ്ഞ് ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെ യിരെമ്യാവ് വിളിക്കുന്നു. യെശയ്യാവ് മാനസാന്തരത്തിന് അവസരം കൊടുത്തിട്ട് പറഞ്ഞു, കടിഞ്ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയും. നിന്റെ പാപം കടിഞ്ചുമപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. വിശ്വാസത്യാഗിയായവളെ, വിശ്വാസത്യാഗിനിയെ യിരെമ്യാവ് മടക്കി വിളിക്കുന്നു. യോവേൽ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. മുഴുവൻ നിലവിളിയ, മുഴുവൻ കരച്ചില, മാനസാന്തരത്തിന് ദൂത. പുതിയ നിയമം തുടങ്ങുമ്പോൾ ആദ്യത്തെ പ്രസംഗകൻ പറയുന്നത് മാനസാന്തരം. ക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ പറയുന്നു, കാലം
തികഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ അവിടെ പറയുന്നത് മാനസാന്തരത്തിന്റെ സന്ദേശം. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പീൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞ മാനസാന്തരം. എന്നാൽ ഈ മാനസാന്തരപ്പെട്ടവർ അങ്ങ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തുമ്പം സഭകൾക്ക് ദൂത് പറയുമ്പോൾ അവിടെ സഭകളോട് പറയുക, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ മാനസാന്തരപ്പെടണം, വിശ്വസിച്ചവർ മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി ഞാൻ ആ ചിന്തകളിലേക്കാണ് വരാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ഏറ്റവും അവസാനം വെളിപ്പാട് പുസ്തകത്തിനകത്ത് വരുമ്പം അവിടെ പറയുക, നിങ്ങളും മാനസാന്തരപ്പെടണം. ദൈവസഭകളോട് ആവർത്തിച്ച് പറയുന്ന ദൂതാണ് മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. ശരിക്കും ഞാൻ ആ ഭാഗത്ത് വരുമ്പം എന്താണ് ഇവിടെ കാണുന്ന മാനസാന്തരം എന്ന് പറയുന്നത്? ശരിക്കും അതൊരു പ്രവചന ശബ്ദമാണ്, പ്രവചന ശബ്ദമാണ്. പ്രത്യേകിച്ച് സർദീസിലെ സഭയ്ക്കൊക്കെ ദൂതെഴുതുമ്പം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാണ്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. സമൂഹം മുഴുവൻ ജീവന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സമൂഹം മുഴുവൻ നീ ആക്റ്റീവാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ തമ്പുരാന്റെ ക്യാമറ കണ്ണുകളിലൂടെ കടന്നു പോയപ്പോൾ തമ്പുരാൻ വിളിച്ചു പറയുക, മരണം സംഭവിച്ചു കഴിഞ്ഞു, മരണം സംഭവിച്ചു കഴിഞ്ഞു. അതിനകത്ത് എന്താ ശരിക്കും നടക്കേണ്ടത്? അലമുറയിട്ട് നിലവിളിക്കാൻ തയ്യാറാകണം. പഴയ നിയമത്തിൽ ഒരു ചിത്രത്തിലേക്ക് ഇന്ന് രാത്രി ഞങ്ങളെ കൊണ്ടുപോവുക. അത് നെഹമ്യാവ് എന്ന് പറഞ്ഞ ദൈവ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന 1-ാം അധ്യായത്തിനകത്ത് വരുമ്പം താൻ നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്, ഞാനും എൻ്റെ പിതൃഭവനവും ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഏതിൻ്റെ മുമ്പിലാ ഈ മനുഷ്യൻ നിലവിളിക്കുന്നത്? വേണമെങ്കിൽ തനിക്ക് ഒഴിവുകൾ പറയാം, തനിക്ക് മറ്റുള്ളവരെ പഴിചാരി തനിക്ക് മാറാം. താൻ പാപം ചെയ്തുകൊണ്ട് അല്ല ഈ അടിമത്തം വരുന്നത്, എൻ്റെ പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തതുകൊണ്ട്, ഇന്നലകളിലെ തലമുറകൾ തെറ്റിപ്പോയതുകൊണ്ട് ഈ അടിമത്തം സംഭവിച്ചത്. പക്ഷെ മനുഷ്യൻ പഴിചാരാൻ തയ്യാറല്ല. താൻ അത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു, ഞാനും എൻ്റെ പിതൃഭവനവും ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. എന്താ ഇതിൻ്റെ പശ്ചാത്തലം? ആലയത്തിൻ്റെ ആ ചുറ്റുപാടുകൾ, മതിലുകൾ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഗേറ്റുകൾ തീ വെച്ച് ചുട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത് ലോകം മുഴുവൻ കണ്ടതാ, സമൂഹം മുഴുവൻ കാണുന്നതാ. പക്ഷെ സമൂഹം മുഴുവൻ കണ്ടിട്ടും ഇത് കാണാത്തവരായിട്ട് ഇതിനകത്ത് ആൾക്കാരുണ്ട്, ഇതിനകത്ത് ആൾക്കാരുണ്ട്. തീ വെച്ച വാർത്തകൾ, മതിലിടിഞ്ഞ വാർത്തകൾ ആ സമൂഹം മുഴുവൻ കാണുന്നുണ്ട്. പക്ഷെ കൊട്ടാരത്തിലെത്തിയ നെഹമ്യാവ് മാത്രമേ നിലവിളിച്ചിട്ടുള്ളൂ. ഇത് കേട്ട ഒത്തിരി പേരുണ്ട്, എന്നാൽ കാൽ വെച്ചിറങ്ങുവാൻ തയ്യാറല്ല. ഇതിനകത്തു വന്ന തകർച്ചകൾ കാണുന്ന വലിയൊരു സമൂഹം പുറത്ത് ഇതിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു നവീകരണത്തിന് വേണ്ടി ആത്മാവിൽ നിലവിളിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ആത്മാവിൽ നിലവിളിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഇന്ന് തൊട്ടത് മതില, ഇന്ന് തകർത്തത് മതില, ഇന്ന് തകർത്തതും തീ വെച്ചതും അതിൻ്റെ വാതില. എന്നാൽ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ ഈ മതിൽ തകർത്തവർ നാളെ ഈ ആലയത്തിൻ്റെ മേൽ കൈവെക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ നടുവിൽ നിലവിളിക്കാൻ തയ്യാറാകും. ഒരുപക്ഷെ ഇത് നമുക്ക് ദൈവം തന്ന ഒരവസാനത്തെ അവസരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്നത്, തകർത്തിരിക്കുന്നത്, തീ വെച്ച് നഷ്ടപ്പെടുത്തി കിടക്കുന്ന ചിലതിനകത്തു നിന്ന് ആത്മാവിലൊരു മടങ്ങി വരവിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളി ശബ്ദം ഈ പീസിന കോൺഫറൻസിനകത്ത് ഉയർന്നിരുന്നുവെങ്കിൽ ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു നല്ല തുടക്കം സ്വർഗം ഇതിനകത്ത് പകരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, ഈ തകർച്ചയ്ക്കകത്തു നിന്ന് ഒരു മടങ്ങി വരവിന് ഈ തലമുറയിൽ ഞങ്ങൾ തയ്യാറാകും. ജീസസ്. അവിടെ ഒരു സമൂഹം മുഴുവൻ തകർച്ചയിലേക്ക് പോകുന്നു. പക്ഷെ നെഹമ്യാവ് എഴുതി വെച്ചിരിക്കുന്നത്, ആ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി, there is no more time to waste. പാഴാക്കാൻ ഇനി സമയമില്ല, പാഴാക്കാൻ ഇനി സമയമില്ല, പഴിചാരാൻ ഇനി സമയമില്ല, ആ കാര്യങ്ങളെ പഠിച്ചെടുക്കാൻ സമയമില്ല. ഇനി ഒറ്റ സമയമേ ഉള്ളൂ, ഇതിൻ്റെ നടുവിൽ ഒരു ഉദ്ധാരണം നടക്കണം, ഇതിൻ്റെ നടുവിൽ ഉദ്ധാരണം നടക്കണം. ആത്മീക സ്ഥിതി അധപ്പതനത്തിനകത്ത് കിടക്കുമ്പോൾ അതിനകത്ത് ഉദ്ധാരണം നടക്കണം. എനിക്ക് 80-ാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ അലറി വിളിക്കുന്നൊരു നിലവിളിയുണ്ട്. അതിപ്രകാരമാ, സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഇസ്രായേൽ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചയായി അവിടെ ഉയർത്തുന്നൊരു നിലവിളിയാ, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിക്കണമേ. എന്തിൻ്റെ നടുവിലാ യഥാസ്ഥാനത്തിന് വേണ്ടി കരയുന്നത്? അടുത്ത വാക്യങ്ങൾ 12 മുതൽ നോക്കിയാൽ മതി. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലുകളെ പൊളിച്ചു കളഞ്ഞു. ചിലത് പൊളിയപ്പെട്ട് കിടക്കുക, പൊളിയപ്പെട്ട്
കിടക്കുക. കാട്ടുപന്നി അതിനെ മാന്തിക്കളയുക. അടക്കപ്പെട്ട തോട്ടത്തിനകത്ത് മാന്തിയെടുക്കുന്ന തലങ്ങളിൽ കാര്യങ്ങൾ സംഭവിച്ചു. വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു പറയണമേ. സ്വർഗത്തിന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. ഒരു ദൈവിക സന്ദർശനത്തിന്റെ കാലഘട്ടമായി ഇത് മാറണമെന്ന് എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്. വേലികൾ പൊളിഞ്ഞു കിടക്കുന്നു, സംരക്ഷണ ഭിത്തികൾ പൊളിഞ്ഞു കിടക്കുന്നു. അടുത്ത തലമുറ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എത്ര പേർ ഇന്ന് രാത്രി നിലവിളിക്കുന്നു, കർത്താവേ ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. തീർന്നില്ല. ഈ സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിൻ്റെ ഭത്സനത്താൽ അവർ നശിച്ചു പോകുന്നു. പക്ഷെ താഴേക്ക് വരുമ്പോൾ പറയുക, എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല. ഒരു തീരുമാനമെടുക്കുക. അടുത്തത്, ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഇന്ന് രാത്രി എത്ര പേർക്ക് കരയാൻ കഴിയും ദൈവസന്നിധിയിൽ? കർത്താവേ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ, ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ഒന്ന് മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന്റെ അനുതാപത്തിന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന, വചനത്തിന്റെ അത്ഭുത ശക്തികൾ ചലിക്കുന്ന ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാർത്ഥമായി നിലവിളിക്കാൻ കഴിയും? അങ്ങനെ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയാ ദൈവ വചനത്തിന്റെ അത്ഭുത ശക്തി ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിക്കുന്നത് അറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുത്തിട്ട് പറ. അത്ഭുതകരമായി ഇടപെടുന്ന ദൈവ മഹത്വത്തിന്റെ തലം. ജീസസ്. സങ്കീർത്തനക്കാരൻ നിലവിളിക്കുക, ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എൻ്റെ പ്രിയരെ, എൻ്റെ മനസ്സിൽ വരുന്നത് എബ്രായ സമൂഹമാ. എബ്രായ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹമാ. ഈ വിശ്വാസ സമൂഹത്തിന് സംഭവിച്ചത് ഇവർ പലരും പിന്മാറിപ്പോയി. അതുകൊണ്ട് അവസാനം പറയുന്നുണ്ട്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ഇവർ പലരും പിന്മാറിപ്പോയി. ഇവരെ പറ്റി 2-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, കർത്താവിൽ നിന്ന് കേട്ടവരായി ഇവർ, കർത്താവിൽ നിന്ന് കേട്ടവർ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. അടുത്തത്, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ഉറപ്പിക്കപ്പെട്ടതാ. പറയുക മാത്രമല്ല, അത്ഭുതങ്ങൾ അവിടെ നടന്നതാ. ഇവർ അത്ഭുതം അനുഭവിച്ചവരാ, അടയാളങ്ങൾ അനുഭവിച്ചവരാ, വീര്യപ്രവൃത്തികൾ അവരുടെ സംഭവിച്ചതാ. അടുത്തത്, പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിന് സാക്ഷി നിന്നതാ, പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നതാ. അടുത്തത്, കേട്ട അപ്പോസ്തലന്മാർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ. സാധാരണ അത് പുറലോകത്തോട്, ജാതികളോട് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. പക്ഷെ അത് ജാതികൾക്കുള്ള മെസ്സേജ് അല്ല, അത് സഭയ്ക്കുള്ള മെസ്സേജാ, സഭയ്ക്കുള്ള മെസ്സേജാ. ഇത് പറഞ്ഞ കേട്ടതിനെ ഗണ്യമാക്കാതിരുന്നത് പുറത്തുള്ളവരല്ല. അത്ഭുതങ്ങൾ നടന്നിട്ട്, അടയാളങ്ങൾ നടന്നിട്ട്, പരിശുദ്ധാത്മാവിലൂടെ കേട്ടിട്ട് ദൈവസഭകൾ അതിനെ ഗണ്യമാക്കാതിരിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, തെറ്റിയൊഴിയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവചന ശബ്ദം ഞാൻ ഈ PCന കോൺഫറൻസിനോട് വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാത്രി ഗൗരവതയോടെ സ്വീകരിച്ച് അതിനെ ഗൗരവമായി കണക്കാക്കുന്നില്ലെങ്കിൽ ഇതിന് പുറകിൽ നാം കരയണ്ട, നാം വില കൊടുക്കണ്ട, നാം നിലവിളിക്കേണ്ട ഒരു കാലമുണ്ട്. ജീസസ്. ഈ സമൂഹം പിന്മാറിപ്പോവുക. 12-ാം അധ്യായത്തിനകത്ത് അതുകൊണ്ട് എഴുതി വെച്ചു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഉള്ളിൽ ധ്യാനിക്കണം. ക്രിസ്തുവിനെ പറ്റിയുള്ള ഏകാഗ്രത പോയി, ക്രിസ്തുവിനെ പറ്റിയുള്ള നിർമ്മലത പോയി, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഇവർ പറഞ്ഞു, ഞങ്ങളങ്ങ് തിരിച്ചു പോയാലോ, ഞങ്ങളങ്ങ് പഴയതിലേക്ക് മാറിപ്പോയാലോ. പഴയത് അവരെ ഭ്രമിപ്പിക്കാൻ തുടങ്ങി, അവരെ രസിപ്പിക്കാൻ തുടങ്ങി. അവിടെയാണ് ലേഖനകർത്താവ് പറയുന്നത്, പഴയതിലേക്ക് തിരിച്ചു പോകണ്ട, അതിനേക്കാൾ ഗ്ലോറിയസ് ആയിട്ടുള്ളത് ഇതിനകത്തുള്ളത്. പഴയത്ത് നിങ്ങൾക്ക് പ്രവാചകന്മാരുണ്ടെങ്കിൽ ഇവിടെ പ്രവാചകന്മാരിലും വലിയവനുണ്ട്. പഴയത്ത് നിങ്ങൾക്ക് ദേവാലയമുണ്ടെങ്കിൽ ഇവിടെ ദേവാലയത്തെക്കാൾ വലിയവനുണ്ട്. അവിടെ നിങ്ങൾക്ക് പുരോഹിതന്മാരുണ്ടെങ്കിൽ ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. കാലത്തിൻ്റെ പരിമിതിയുള്ള, സമയത്തിൻ്റെ പരിമിതിയുള്ള പുരോഹിതന്മാർ നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആകയാൽ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇതിനകത്തുണ്ട്. പിന്മാറിപ്പോയൊരു കൂട്ടത്തെ പ്രബോധിപ്പിച്ചുകൊണ്ട് പറയുക, ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി തമ്പുരാൻ നമ്മെ തിരിച്ചു വിളിക്കുന്നത്, മടക്കി വിളിക്കുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലേക്ക് മടക്കി വിളിക്കുക, ക്രിസ്തുവിനെ പറ്റിയുള്ള ആഴമായ ബോധ്യത്തിലേക്ക് ദൈവം നമ്മെ തിരിച്ചു വിളിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയരെ, മഹത്വം, ആ ഭാഗത്തന്നെ ദൈവം മനസ്സിലാക്കിയൊരു ഭാഗം, മഹത്വം കണ്ടവരും അനുഭവിച്ചവരും പിന്മാറിപ്പോയാൽ
മഹത്വത്തെപ്പറ്റി കേട്ടവരുടെ ഗതി എന്താവും? എബ്രായ സമൂഹം മഹത്വം പ്രാപിച്ചവരാ പിന്മാറിപ്പോയത്. അടുത്തൊരു ജനറേഷൻ പ്രാപിച്ചവരെ പറ്റി കേട്ടവരാ. അങ്ങനെയെങ്കിൽ പ്രാപിച്ചവർ പിന്മാറിപ്പോയാൽ കേട്ടവരുടെ ഗതി അധോഗതിയായി മാറും. അതുകൊണ്ട് ഹഗ്ഗായി പ്രവാചനത്തിനകത്ത് ആലയം പണിത് കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി ഉണ്ടായിരുന്നു. 2:9 ഇപ്രകാരമാ, നിങ്ങൾ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി 6 ശേഷിച്ചിരിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾ എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? പഴയത് കണ്ട കുറേ പ്രായമുള്ളവർ അതിനകത്ത് ഇരിപ്പുണ്ട്. അവർ പറഞ്ഞു, പണ്ട് ആലയത്തിൽ ഇറങ്ങിയ മഹത്വം വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ലെന്ന്. അവർക്കിത് കണ്ടിട്ട് ഒന്നുമായിട്ട് തോന്നിയില്ല. അവർക്കിത് കണ്ടിട്ട് വലിയ വിഷയമായിട്ട് തോന്നിയില്ല. കാരണം പണ്ടവർ ഗ്ലോറി കണ്ടതാ, പണ്ടവർ മഹത്വം കണ്ടതാ. ലിറ്ററലി കൂടി വരുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവ സാന്നിധ്യം, പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോലും കഴിയാതെ ദൈവ സാന്നിധ്യം ആലയത്തിനകത്ത് മൂടിയിറങ്ങുന്നത് കണ്ടതാ. അവർ നോക്കിയപ്പോൾ ഇതിനകത്ത് മഹത്വമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയരെ, ഇന്നലകളിൽ മഹത്വം കണ്ട ഒരു തലമുറ ഇതിനകത്ത് ഇരിപ്പുണ്ട്. മഹത്വം കണ്ട ഒരു സമൂഹം ഇരിപ്പുണ്ട്. നൊമ്പരപ്പെട്ട് കരയുന്ന ഒരു റെമനന്റ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. കരയുന്ന ഒരു സമൂഹം ഇരിപ്പുണ്ട്. അവർക്ക് ഇത് കണ്ടിട്ട് പലതിനോടും പുച്ഛം തോന്നുന്ന ഒരു സമൂഹം നിൽപ്പുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി കരയട്ട്, അതിനേക്കാൾ മഹത്വകരമായി ഒരു പിൽക്കാലത്തെ ഒരുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി അന്നത്തേക്കാൾ അശക്തമായി ദൈവമഹത്വം ഈ തലമുറയിൽ അയക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആധരം തുറന്ന് അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് രാത്രി നിലവിളിച്ചു തുടങ്ങട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുക. അന്തരാത്മാവിൽ ആഴത്തിൽ നിലവിളിക്കുന്ന ചില ഹൃദയങ്ങളെ തൊട്ട് സ്പർശിക്കാൻ, ആ പഴയ മഹത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവശക്തി വ്യാപരിക്കുക. ഹദര പ്രബന ജനാദിയന്ധര ഹദര പ്രബൽ ഖനാദിയ. പണ്ടത്തെ മഹത്വമല്ല. ഈ പ്രാണപ്രിയന്റെ പ്രത്യാഗമനം അടുത്തിരിക്കുന്ന കാലത്ത് അതിലും വലിയ മഹത്വം. മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ചരിത്രത്തിനകത്ത് ഉയർന്നൊരു നിലവിളിയുണ്ട്. ഒരു അമ്മയുടെ, ഒരു ചെറുപ്പക്കാരിയുടെ നിലവിളി. അവൾ നിലവിളിച്ചതുകൊണ്ട് മരിച്ചപ്പോൾ അവൾ പറഞ്ഞ നിലവിളി ഇപ്രകാരമാ: മഹത്വം പോയി. ഒരു ചെറുപ്പക്കാരിയുടെ വാക്കാ, മഹത്വം പോയി. അവൾ എന്തുകൊണ്ടാണ് മഹത്വം പോയി എന്ന് പറഞ്ഞേ? അപ്പൻ മരിച്ച ദിവസം, അമ്മ അവിയപ്പൻ മരിച്ച ദിവസം, ഭർത്താവ് മരിച്ച ദിവസം, ഭർത്താവിൻ്റെ അനിയൻ മരിച്ച ദിവസം, ആലയം അവിടെ പെട്ടകം പിടിക്കപ്പെട്ട ദിവസം. ഇത് കേട്ടപ്പോൾ പൂർണ്ണ ഗർഭിണിയായി പ്രസവവേദന സംഭവിക്കുന്നവൾ അതിസമ്മർദ്ദത്തിലായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. മരണം അവിടെ മുമ്പിലുണ്ടെന്ന് അവൾക്കറിയാം. അവസാനം അവൾ പറഞ്ഞ വാക്ക് മഹത്വം പോയി. ഒരു ജനറേഷൻ, ഞാൻ അവളെ ഒരു ജനറേഷനായിട്ടാണ് കാണാൻ താല്പര്യപ്പെടുന്നത്. ഒരു ജനറേഷൻ പറയുക മഹത്വം പോയെന്ന്. ഒരു ജനറേഷൻ പറയുക മഹത്വം പോയെന്ന്. കാരണം അവർ മഹത്വം കണ്ടിട്ടില്ല, മഹത്വം നടന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ നടന്നത് കേട്ടിട്ടേ ഉള്ളൂ. കൃപ ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, ദൈവശക്തി ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ കണ്ടത് മഹത്വത്തിനപ്പുറത്ത് ഇതിനകത്ത് പലതിനും വേണ്ടി നടക്കുന്ന സ്വാർത്ഥ തേരോട്ടങ്ങൾ. അവർ കണ്ടത് പലതിനും വേണ്ടിയുള്ള പിടിവലികൾ. അവർ കണ്ടത്, അവർ ദൈവവചനത്തെ അതിൻ്റെ മഹത്വത്തോടെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ കേട്ടതും അവർ കണ്ടതും ഇവിടെ നടക്കുന്ന ആധാർമികതകൾ. എന്നാൽ അതിൻ്റെ നടുവിൽ അവിടെ നിലവിളിക്കുക മഹത്വം പോയി. പുരോഹിതൻ ആലയത്തിൻ്റെ മുമ്പിൽ കഴുത്തൊടിഞ്ഞു വീണു. ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു മഹത്വം പോയെന്ന്. എന്നാൽ അവിടെ ഒരു ദൂതുണ്ട്. അവിടെ മഹത്വം പോകുന്ന ഒരു കൂട്ടമുണ്ട്. പക്ഷേ അതിനു മുൻപ് ഒരു ബാലനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്.
ഒരു റെമനന്റിനെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു റെമനന്റിനെ ഇതിനിടയ്ക്കൊന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു ശേഷിപ്പിനെ ഈ പീസിനകത്ത് കോൺഫറൻസിനകത്ത് എല്ലാവരുമല്ല, ഒരു ശേഷിപ്പിനെ ഇന്ന് രാത്രി സ്വർഗം തൊട്ട് എഴുന്നേൽപ്പിക്കുമെന്ന് അകത്ത് വിശ്വസിക്കുന്നവർ, അതിനായി കരയുന്ന അപ്പന്മാർ, അതിനായി കരയുന്ന അമ്മമാർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ഒരു ശേഷിപ്പ് മഹത്വം അനുഭവിച്ച് അവർ പുറത്തു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ അന്തരാത്മാവിൽ ഇന്ന് രാത്രി ഏറ്റെടുത്ത് തുടങ്ങട്ടെ. ഒരു ശേഷിപ്പ് പുറത്തു വരട്ടെ. ഒരു ശേഷിപ്പ് പുറത്തു വരട്ടെ. മഹത്വം എന്തെന്ന് അന്തരാത്മാവിൽ അനുഭവിക്കുന്ന ഒരു ശേഷിപ്പ്. വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിന്റെ മൂവിന് വേണ്ടി ഇന്ന് രാത്രി ധൈര്യത്തോടെ ഏറ്റുകൊടുക്കുക. ഒരു ദൈവം മഹത്വം വെളിപ്പെടട്ടെ. മഹത്വം പോയിടത്തുനിന്ന് ഒരു റെമനന്റ് എഴുന്നേൽക്കട്ടെ. ഒരു ശേഷിപ്പ് എഴുന്നേൽക്കട്ടെ. ഒരു ശേഷിപ്പ്, ഒരു ശേഷിപ്പിനെ ഇന്ന് രാത്രി തമ്പുരാൻ തൊട്ടെഴുന്നേൽപ്പിക്കുക. ഒരു ശേഷിപ്പിനെ എഴുന്നേൽപ്പിക്കുക. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഒരു ശേഷിപ്പ്. ആത്മാവിന്റെ ഇടപെടലുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. ഒരു ശേഷിപ്പ് ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ആത്മാവിൽ കരയുന്ന ശേഷിപ്പ്, ആത്മാവിൽ നിലവിളിക്കുന്ന അപ്പന്മാർ, ആത്മാവിൽ നിലവിളിക്കുന്ന അമ്മമാർ, കരച്ചിലിന്റെ ശബ്ദം ഉയരട്ടെ. നിങ്ങളുടെ തലമുറ മഹത്വം കേൾക്കുകയല്ല, അവർ മഹത്വം കാണട്ടെ. നിങ്ങൾക്ക് വരുന്ന പരിവർത്തനങ്ങൾ നാളെയുടെ നീളങ്ങളിൽ അവരുടെ ദൈവശക്തിയായി, അവരുടെ ദൈവ നിയോഗമായി വ്യാപരിക്കട്ടെ. മനുഷ്യ കരത്തിന് പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഒരു റെമനന്റിന് വേണ്ടി, ഒരു ശേഷിപ്പുകൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുക. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടല. ഇത് മാനസാന്തരത്തിന്റെ, മടങ്ങി വരവിന്റെ ദൈവിക ആഹ്വാനമാ. യേശുവിന്റെ നാമത്തിൽ ഒരു റെമനന്റ്, ഒരു ശേഷിപ്പ്. യേശുവിന്റെ നാമത്തിൽ വാസ്തവമായി ദൈവകൃപ ആസ്വദിക്കുന്ന ഒരു തലമുറ, ഒരു തലമുറ. അപ്പന്മാർ പറഞ്ഞതല്ല, അമ്മമാർ പറഞ്ഞതല്ല, ഞങ്ങൾ ആസ്വദിക്കും. ദൈവകൃപ ആസ്വദിക്കും. ദൈവകൃപ ആസ്വദിക്കുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. ദൈവകൃപ ആസ്വദിക്കും. പരിശുദ്ധാത്മാവ് തലമുറകളെ തൊടുക. പരിശുദ്ധാത്മാവ് തലമുറകളുടെ മേൽ ദൈവകൃപ ആസ്വദിക്കാൻ ആ ദൈവശക്തിയുടെ നിയോഗം. ദൈവകൃപ ആസ്വദിക്കുന്ന ദൈവത്തോടു കൂടെ നടന്ന ഹാനൊക്കെ ഒരു റെമനന്റാ. ബാലിനെ മുട്ടുമടക്കാത്ത 7000 ഒരു റെമനന്റാ. യഹോവയുടെ പക്ഷത്ത് മാറി നിന്നവനൊരു റെമനന്റാ. ഉടുപ്പ് മലിനമാകാത്ത ഒരു വട്ടം ഒരു റെമനന്റ്. അങ്ങനെയെങ്കിൽ തമ്പുരാൻ ഒരു കൂട്ടത്തെ അന്വേഷിക്കുക. ഇന്ന് രാത്രി പറ, അത് ഞാനാകട്ടെ, അതെന്റെ തലമുറയാകട്ടെ. അസാധാരണമായ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ഇന്ന് രാത്രി മുറിക്കുക. ഒരു മടങ്ങി വരവിന് വേണ്ടി, ഒരു സമർപ്പണത്തിന് വേണ്ടി ഹൃദയങ്ങളെ ദൈവാത്മാവ് മുറിക്കുക. കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്.
ഈ കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദം ഞാൻ പറയാം. തമ്പുരാന്റെ കണ്ണിനകത്ത് നോക്കുമ്പോൾ ഒരു സമൂഹത്തെ ദൈവം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവര് സ്വയം പറയുന്നു ഞങ്ങൾ ധനവാനാ, അവര് സ്വയം പറയുന്നു ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല, അവര് പറയുന്നു ഞങ്ങൾ സമ്പന്നരാ. പക്ഷെ തമ്പുരാൻ നോക്കിയിട്ട് ദൂത് പറയുക, നീ നിർഭാഗ്യനാ, അരിഷ്ടനാ, ദരിദ്രനാ, കുരുടനാ, നഗ്നനാ. മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്ക വരട്ടെ, മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്ക വരട്ടെ, മടങ്ങി വരട്ടെ. കാലഘട്ടത്തിന്റെ ദൂതിത, കാലഘട്ടത്തിന്റെ ദൂതിത. ദൈവത്തിന്റെ കണ്ണിനകത്ത് ദരിദ്രനായി, ദൈവത്തിന്റെ കണ്ണിനകത്ത് അരിഷ്ടനായി, ദൈവത്തിന്റെ കണ്ണിനകത്ത് നഗ്നനായി തോന്നുമ്പോൾ ഇന്ന് രാത്രി തമ്പുരാൻ വിളിക്കുക, മടങ്ങി വരാമോ? ഈ രാത്രി കൃപ പകരാമോ? ദൈവകൃപ പകരാമോ? ഒരു പ്രവാഹം പോലെ ആ ദൈവകൃപ പകരാമോ? വാസ്തവമായി കൃപയെ ആസ്വദിച്ചറിയാൻ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഈ പാട്ടിന് ഈരടികളൊന്ന് പാടുക. സമയം നമ്മുടെ മുമ്പിലില്ല, 2 മിനിറ്റ് മാത്രം പാടുക. ഇതിനകത്ത് ആത്മാർത്ഥമായ ഹൃദയ സമർപ്പണമാകണം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരിക. ഒരു റെമനന്റായി നിൽക്കാൻ, ഒരു റെമനന്റായി നിൽക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവിക ദൂതന് ഹൃദയം സമർപ്പിച്ചു കൊടുക്കട്ടെ. ആ ഗാനത്തിന്റെ ഈരടികൾ നമ്മളൊന്ന് ചേർന്ന് പാടാൻ പോവാ. രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. കർത്താവേ, കൃപയെ വാസ്തവമായി ആസ്വദിച്ചനുഭവിക്കാൻ എന്റെ തമ്പുരാനെ നോക്കുമ്പോൾ അരിഷ്ടനും നഗ്നനും കുരുടനുമായി ഇന്ന് രാത്രി ചിതറപ്പെട്ട് കിടക്കുന്ന ആത്മീക തലത്തിനകത്തു നിന്ന് ഓ ദൈവകൃപയുടെ പ്രവാഹം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, ഒരു ദൈവിക മടങ്ങി വരവിന് ഇന്ന് രാത്രി തമ്പുരാൻ വിളിക്കുമ്പോൾ കർത്താവെ ഞാനുണ്ടെന്ന് പറയുന്നവർ ഇന്ന് രാത്രി കാരമുയർത്ത് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നാം ഒന്നിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ പാദപീഠം കുമ്പിടുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ മടങ്ങി വരാൻ ഇന്ന് രാത്രി വാസ്തവമായി വിളിച്ചിരിക്കുക. അങ്ങയുടെ മഹത്വത്തെ ക്യാരി ചെയ്യാൻ വിളിക്കപ്പെട്ട ഞങ്ങൾ ലക്ഷ്യം
ലക്ഷ്യം മാറിപ്പോയി കർത്താവേ. ഞങ്ങൾ തകർന്ന് ഉടഞ്ഞു കിടക്കുക, ഞങ്ങളുടെ മതിലുകൾ തകർന്നു കിടക്കുക. പക്ഷെ ഇന്ന് രാത്രി ഞാനും എൻ്റെ പ്രതിഭവനവും ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തിന് പകരണം. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.